ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയെയും വിക്രത്തെയും അകറ്റാനായിട്ടുള്ള പരിപാടികളാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ആങ്ങളെയും ആങ്ങളയുടെ അങ്കിളും കൂടി. പക്ഷേ അവർ രണ്ടുപേരും എന്തൊക്കെയാണോ ചെയ്യുന്നത് അതിനെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടാണ് വേദയുടെയും വിക്രത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്നതും. വേദ വിക്രത്തെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പം അതിന് ചെറിയൊരു ഇത് അയാൾക്ക്, അതായത് നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായിച്ചന് മനസ്സിലായി. മൂക്കിൻ്റെ താഴെ കൊണ്ട് താമസിപ്പിക്കും എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും വേദയെ ശ്രദ്ധിച്ചോളാനും ശ്രീകാന്തിനോട് പറഞ്ഞല്ലോ. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദയും ശ്രീകാന്തും പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോൾ വേദയോട് ഇങ്ങനെ ഓരോന്ന് കിള്ളി ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക. വേദയാണെങ്കിൽ അതിനൊക്കെ ശരിക്കും തറുതല എന്നുള്ള രീതിയിലാണ് മറുപടി പറയുന്നത്. വേദയുടെ ഓരോ വാക്കിലും പവർഫുള്ളായി തന്നെയാണ് മറുപടി വരുന്നത് എന്നുള്ളത് ഇവന് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ വേദയ്ക്ക് വിക്രം എവിടെയുണ്ടെന്ന് അറിയാം. വേദയാണ് ഇപ്പോൾ വിക്രത്തിൻ്റെ സംരക്ഷകയായി നിൽക്കുന്നതെന്നും ശ്രീകാന്തിന് മനസ്സിലായതോടെ ശ്രീകാന്ത് ഇത് അങ്ങനെ തന്നെ അമ്മായച്ചനെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് നേരത്തേതിലും ധൈര്യമൊക്കെ വെച്ചിട്ടുണ്ട്, സംസാരത്തിലൊക്കെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വേദ നേരെ ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അവളെ ശരിക്കും സൂക്ഷിച്ചോളണം എന്ന കാര്യം അമ്മായച്ചൻ വീണ്ടും മരുമകനെ ഓർമ്മപ്പെടുത്തി. ദീപ്തിയെ കാണാനായിട്ട് വേദ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ വേദ ഇങ്ങനെ ദീപ്തിയോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് ചെല്ലുന്നത്. അപ്പോൾ വേദയോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിലാണ് അവിടെ നമ്മുടെ ദീപ്തി ഇരിക്കുന്നത്. മോളെ എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ചേച്ചി ഇത് എവിടെ പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ചേച്ചി എവിടെ പോയതായിരുന്നു എന്നൊക്കെ ശ്രീയേട്ടൻ അന്വേഷിച്ചല്ലോ എന്ന് പറഞ്ഞു. ശ്രീയേട്ടൻ എന്താ അന്വേഷിച്ചതെന്ന് ചോദിച്ചപ്പോൾ വന്ന് ചോദിച്ച കാര്യങ്ങളെപ്പറ്റി പറയുവാണ്. അതുപോലെ തന്നെ വിക്രത്തെ പറ്റിയുള്ള കാര്യങ്ങളും ദീപ്തി പറയണു. ഒരിക്കലും വിക്രം ചേട്ടൻ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ പറയാം. അപ്പോൾ ദീപ്തിയോട് വേദ പറഞ്ഞു, നീ ഒരിക്കലും അത് വിശ്വസിക്കരുത്, വിക്രത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ചേച്ചി മതി, വിക്രം ചേട്ടൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാണ് എൻ്റെ അടുത്തേക്ക് വന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. വിക്രം ചേട്ടൻ അതല്ല, അതിനപ്പുറവും ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാമെന്നിങ്ങനെ പറയുമ്പോൾ നിനക്ക് എന്തറിയാം? നീ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാ, അല്ലെങ്കിൽ നിന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഇല്ലേ ചേച്ചി, എനിക്ക് ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തെ വിചാരിച്ച് ആ ഒരു വിഷയത്തെപ്പറ്റി ചേച്ചിയോട് സംസാരിക്കരുത്, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേദ പറയുന്നതൊന്നും കേൾക്കാൻ ദീപ്തി തയ്യാറായില്ല. പക്ഷെ വേദയ്ക്ക് പറയണമല്ലോ, പറയാതിരിക്കാൻ വേദയെ കൊണ്ട് കഴിയില്ല. എങ്കിലും വേദയ്ക്ക് പറയാൻ പറ്റുന്നിടത്തോളം വേദ പറഞ്ഞു. പക്ഷെ അതൊന്നും ദീപ്തി കേൾക്കാൻ തയ്യാറായതുമില്ല. വേദയെ കുറ്റപ്പെടുത്തിയാണ് ദീപ്തി ഇങ്ങനെ ഇരിക്കുന്നത്. ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം, ചേച്ചി അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, അങ്ങനെയൊക്കെ പറയുമോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം. ഇപ്പം നീ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആ വ്യക്തി വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നാളെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്ക് മനസ്സിലാകും. അന്നേരം നീ തിരിഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള ഇട വരരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് എന്നൊക്കെ പറയുവാണ്. എനിക്ക് ആരുടെയും കാര്യത്തിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ ആവശ്യമില്ല ചേച്ചി. എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ വരുണിനെയാണ്. ആ വരുണിനെ ഇല്ലാതാക്കിയവരോട് പൊറുക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല എന്നും ദീപ്തി പറയണം. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ദീപ്തി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ദീപ്തി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം. വേദയുടെ മുറിയിലേക്കും പോയി. അങ്ങനെ വേദ പോയി സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ ഭയങ്കര ദുഃഖമായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വേദയ്ക്ക് ഒരു കോള് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിതയുടെ നമ്പറിൽ നിന്നൊരു കോളാണ്. അപ്പോൾ വേദ അത് എടുത്തു. ഹലോ. അപ്പോൾ വേദ പോയി സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഹലോ ഇഷിത എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇഷിതയല്ല, ഇത് ഞാനാണെന്ന് പറഞ്ഞു. വിക്രമായിരുന്നു വിളിച്ചത്. വിക്രം എന്താ ഇഷിതയുടെ നമ്പറിൽ നിന്ന്? അപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കരുത് എന്നല്ലേ തൻ്റെ ഓർഡർ, അതുകൊണ്ട് സ്വിച്ച് ഓൺ ആക്കിയില്ല. അപ്പോൾ തന്നോടൊന്ന് സംസാരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സമയത്ത് തന്നെ ഇഷിത ഫോൺ കൊണ്ട് തന്നതാണെന്ന കാര്യം വിക്രം ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എന്നിട്ട് ആ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അകന്നിരുന്നപ്പോഴാണ് തൻ്റെ അടുത്തുണ്ടായിരുന്ന ആൾ തനിക്ക് എത്രയോ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതെന്ന് വേദയും വിക്രവും ഇപ്പോൾ ഒരുപോലെ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും അടുക്കാനും കാണാനും സംസാരിക്കാനൊക്കെയുള്ള ഒരു ത്വര ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി വരിക. അപ്പോൾ അങ്ങനെ വിക്രവും വേദയും കൂടി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഇതുവരെ പറയാത്ത കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നു. അതുപോലെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവർ മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഇവിടെ നടക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ കുഴഞ്ഞു വീണ കമലാമ്മയെ അവരെല്ലാവരും വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലെത്തി പെട്ടെന്ന് ICUലേക്ക് ആക്കി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സീരിയസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വിക്രത്തെ അറിയിക്കാനും വിക്രത്തോട് പറയാനും യാതൊരു നിവർത്തിയില്ല. ഇവർ വിക്രത്തോട് പറയാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും വിക്രം ഇത് അറിയരുത്, വിക്രം അറിഞ്ഞാൽ ഉറപ്പായിട്ടും വിക്രം വരുമെന്ന് ഇവർക്കറിയാം.
അങ്ങനെ അമ്മയെ ഹോസ്പിറ്റലിലാക്കി എല്ലാവരും ഇങ്ങനെ കാവലിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് എത്തിച്ചത് നന്നായി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മാഷും ആകെ തകർന്നു പോയിട്ടോ, എന്താണ് കമലയുടെ അവസ്ഥ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു മൈന്യൂട്ട് അറ്റാക്ക് പോലെ വന്നതാണെന്നുള്ള കാര്യം ഡോക്ടർ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഞെട്ടി. അപ്പോൾ എന്താണ് മാനസികമായിട്ട് ഇത്രയും സ്ട്രെസ് ഉണ്ടായത്, എന്തെങ്കിലും കണ്ട് പേടിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു. അപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞു. വിനായകൻ തന്നെ മുൻപന്തിയിൽ നിന്നെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വിനായകനെ നടു അനക്കാൻ മേല, കാരണം മറ്റവും പിടിച്ച് തള്ളി നടു പിടിച്ചാണല്ലോ പോയി വീണത്. അപ്പോൾ വിനായകനാണെങ്കിലും ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വിനായകനോട് ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് വിനായകൻ നിൽക്കുമ്പോൾ നന്ദിനി വിനായകനെ കണ്ടുവിട്ട് പേടിപ്പിക്കുക. അപ്പോൾ ഡോക്ടറെ കാണുമെന്നും പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അവർ ഡോക്ടറെ കാണാനായിട്ടൊക്കെ പോണു. ഇതേ സമയത്ത് ഈ കഥകളൊന്നും അറിയാതെ വിക്രവും വേദിയും ഫോണിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് ഒരിക്കലും ഇണപിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ അടുത്തടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് ഇഷ്ടത്തോടു കൂടി രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് വേദയുടെ ഫോണിലേക്ക് ശ്രീജയുടെ കോള് വരുന്നത്. ശ്രീജയുടെ കോള് വന്ന സമയത്ത് വേദ അത് എടുത്തപ്പോൾ ഇങ്ങനെ അമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ ഞെട്ടി. അയ്യോ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ വാസുവൻ വീട്ടിൽ വന്നതും വാസുവിൻ്റെ ആൾക്കാരും വീട്ടിൽ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അതുപോലെ അവന്മാർ കാണിച്ച വൃത്തികേടുകളെല്ലാം വേദയോട് അങ്ങ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ വേദയ്ക്കും ഭയങ്കര വിഷമം, ഭയങ്കര ദേഷ്യം, കലി ഒക്കെ വന്നു. അപ്പോൾ ശ്രീചേട്ടത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഉള്ള വിവരങ്ങൾ ശ്രീജ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേദ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഈ വിവരം വിക്രത്തോട് പറയാം. അത് കേട്ടപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷൻ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നുള്ള ഒരാദ്യമായിപ്പോയി. അങ്ങനെ അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷേ ഇപ്പോൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്നുള്ള കാര്യം വേദ പറഞ്ഞു. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ അത് ഭയങ്കര ആപത്താണെന്നും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അമ്മയെ പോയി കാണാമെന്നും വേദ വിക്രത്തോട് പറയും കേട്ടോ. അങ്ങനെ ഒരു തരത്തിൽ വിക്രത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക വേദ. അത് കഴിഞ്ഞ് രാത്രിയായി. ഇഷിതയും വിക്രവും കൂടി വേദയുടെ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുങ്ങും, ഇവർ രണ്ടുപേരും ഇവിടെ വരാനായിട്ട്. ആ ഒരു നേരത്ത് നമ്മുടെ വേദയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തി എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് ശ്രീകാന്ത് കാണുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ, ഇതെല്ലാം ഓക്കെ ആക്കി എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും ഇഷിതയും വിക്രവും കൂടി വേദ പറഞ്ഞനുസരിച്ച് വേദയുടെ വീടിന് മുന്നിലേക്ക് വന്നു. അതിനുശേഷം വേദയുടെ കയ്യിലേക്ക് ഇഷിത ആദ്യം കൊടുക്കുന്നത് വിക്രത്തിൻ്റെ മരുന്നുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുത്തു. പിന്നെ വിക്രത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞും കൊടുത്തു. ആരും അറിയാതെ വളരെ പതുക്കെയാണ് വേദ ഇറങ്ങിയൊക്കെ വരുന്നത്. എന്നിട്ട് പിന്നെ സൈലൻ്റായിട്ട് വിക്രത്തെ തോളയിലേക്ക് തൂക്കിയപ്പോൾ സൈലൻ്റായിട്ട് തന്നെ വീട്ടിലേക്ക് കയറി വരും. എന്നിട്ട് ഇഷിതയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നും ഇഷിത വേദയോട് പറയുക. അങ്ങനെ ചെവി അറിയാതെ ശ്രീകാന്തിൻ്റെ കൺമുന്നിലൂടെ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ താഴെ നമ്മുടെ വേദ വിക്രത്തെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. അപ്പോൾ പോണ വഴിയൊക്കെ ബ്ലഡൊക്കെ ചെറുതായിട്ട് വീഴുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ കാല് നിലത്ത് കുത്തിയപ്പോഴത്തേക്കും കാല് താങ്ങിയല്ലോ. അപ്പോൾ വരുന്ന ബ്ലഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആ ബ്ലഡ് ഒക്കെ വീഴുന്നു. അതിനുശേഷം പിന്നെ വിക്രത്തെ പതുക്കെ കൊണ്ടുവന്ന് കട്ടിലിരുത്തിയിട്ട് വേദ നിലത്ത് വീണിരുന്ന ബ്ലഡെല്ലാം പോയി തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി. അതിനുശേഷം വന്ന് വിക്രത്തിൻ്റെ ആ കാലിൽ വെച്ചിരുന്ന മുറിവ് അത് ഇങ്ങനെ ബ്ലഡ് ഒഴുകി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അതും വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടി എല്ലാം ഭംഗിയാക്കി വിക്രത്തെ അവിടെ കയറ്റിയിരുത്തി. വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പം ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട് എന്ന് വിക്രം പറയാം. അങ്ങനെ വേദ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് നോക്കി വിക്രം ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കണം എന്നുള്ളത് വിക്രത്തിന് മനസ്സിലായി. വിക്രം അന്നേരം വേദയോട് ചോദിച്ചു, എത്ര ദിവസമാണ് താനിതൊക്കെ ഉദ്ദേശിച്ചേക്കുന്നത് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ വിക്രത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വേദ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടുപേരും ആ മുറിയിൽ. ആ സമയത്ത് പിറ്റേ ദിവസമായി. വേദയ്ക്കാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ശ്രീകാന്ത് എന്നിട്ട് അമ്മായച്ചനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർക്ക് 2-3 ദിവസമൊക്കെ സന്തോഷമായിട്ട് ആ വീട്ടിൽ കഴിയാനും അതുപോലെ രണ്ടുപേർക്കും ഒരു മുറിയിൽ താമസിക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ അപ്പോഴേക്കും ആ ദുഷ്ടൻ്റെ എന്താ പറയുക കറുത്ത കരങ്ങൾ അല്ലെങ്കിൽ ആ കണ്ണുകൾ നമ്മുടെ വേദയെ പിന്തുടർന്ന് ഇവരെന്തൊക്കെയോ ഡൗട്ട് അടിച്ചു. അപ്പോഴേക്കും ഇവൻ അമ്മായച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു കാര്യം ഇപ്പോൾ വേദയിൽ സംഭവിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് അറിയില്ല എന്ന് പറയുമ്പം, എടാ മിക്കവാറും വിക്രം നിൻ്റെ വീട്ടിൽ തന്നെ കാണുമെന്നുള്ള കാര്യം ഇയാൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം നിൻ്റെ പെങ്ങൾ ആരാ മുതലെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുക. അപ്പം രാത്രിയിൽ വിക്രം അത്യാവശ്യം അതിലേക്ക് നടക്കുകയൊക്കെ ചെയ്യുന്നു. ശ്രീകാന്തിൻ്റെ ഓരോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യുക, പോലീസിനെ വിളിച്ച് വീടൊന്ന് സെർച്ച് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് വിളിച്ചു പറഞ്ഞനുസരിച്ച് ഒരു കൂട്ടം പോലീസുമായിട്ട് അയാൾ വീട്ടിലേക്ക് വരിക. അയാൾ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തെ അവിടെ നിന്ന് പൊക്കാൻ വേണ്ടി. പോലീസ് വന്നപ്പോഴത്തേക്കും വേദയ്ക്കൊക്കെ ആദ്യമായി ടെൻഷനായി, എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ മൊത്തത്തിലൊരു ഇത്.
അപ്പോൾ ഇതിനോടകം തന്നെ വിക്രം പോയി അമ്മയെ കണ്ട് അച്ഛനെയും കണ്ട് എല്ലാം സംസാരിച്ചിട്ടൊക്കെ പോരുകയൊക്കെ ചെയ്തു. അപ്പോൾ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തെ പിടിക്കും എന്നുള്ളത് വിക്രത്തിന് മനസ്സിലായി. വേദയാണെങ്കിൽ പല രീതിയിൽ തടയാൻ ശ്രമിച്ചു. വേദയുടെ മുറി പരിശോധിക്കണമെന്ന് പോലീസ് പറഞ്ഞു, നടക്കുകയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് തീരുമാനിക്കുന്ന നീയാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുക. എൻ്റെ ബെഡ്റൂം പരിശോധിക്കണമെങ്കിൽ എൻ്റെ അനുവാദം വേണമെന്ന് വേദ പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അവർ വന്ന് ജോലി ചെയ്തിട്ട് പോട്ടെ, അവരെ നീ എന്തിനാ തടയുന്നത്? അപ്പോൾ പിന്നെ വേദയ്ക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ ചതി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം വീടിൻ്റെ ടെറസിലൂടെ പുറകിലോട്ട് ഇറങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് പോലീസുകാർ അതിലെല്ലാം കയറി അരിച്ചു പറക്കി, ഒന്നും കിട്ടിയില്ല. വേറെ പോലീസുകാർ എന്ന ടെറസിൻ്റെ മേളിൽ നോക്കുന്നു, സൈഡിലുള്ള അതിലൊക്കെ നോക്കുന്നു, എല്ലായിടത്തും നോക്കി, പക്ഷേ കിട്ടിയില്ല. പക്ഷേ വേദയെ പോലും ഞെട്ടിച്ചുകൊണ്ട് വിക്രം ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇവന്മാരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, തന്നെ തകർക്കാനും തന്നെ നശിപ്പിക്കാനും ശ്രമിക്കുന്നവരെ വിക്രത്തിനും മനസ്സിലായി. അത് വേദയിൽ നിന്നും മനസ്സിലായി, വേദയുടെ വീട്ടിൽ നിന്ന് ഈ 2-3 ദിവസം കൊണ്ടും വിക്രത്തിനും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇനി ഈ ഒരു കളി ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല എന്നും വിക്രത്തിന് മനസ്സിലായി. വിക്രം വന്നിട്ട് ആരും അറിയാതെ പുറത്ത് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വിക്രം ചെവി അറിയാതെ വേദയുടെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടുകയും ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒറ്റയാനെ പോലെ നടക്കുകയാണ്, കയറിയാണ് നടക്കുന്നത്. ഇത്രയൊക്കെ ദ്രോഹം ചെയ്തവന്മാർ ഇങ്ങനെ വലിയ ഞെളിഞ്ഞ് നടക്കുമ്പോൾ ഇവനൊന്നും അങ്ങനെ ജീവിക്കണ്ട എന്ന് വിക്രമായിട്ട് അങ്ങ് തീരുമാനിക്കുന്നു. പക്ഷേ വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പോൾ വിക്രം പുറത്തിറങ്ങി വിക്രത്തെ ആരെങ്കിലും കണ്ടാൽ എന്താകും, മൊത്തം പ്രശ്നമാകുമല്ലോ. വേദ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വേദയുടെ ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ഇടയ്ക്കിടയ്ക്ക് വേദയോട് ഒരു വക ഡയലോഗുകളായിട്ട് വരുന്നുണ്ട്. ഇവൻ്റെ നാവ് അറുത്തെടുക്കുന്ന രീതിയിൽ വേദ ഇവന് മറുപടികളും കൊടുക്കുന്നുണ്ട്. എന്നാലും പഠിക്കില്ല. അങ്ങനെ നമ്മുടെ വിക്രം വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ പുറത്ത് ഇരിക്കുക. അപ്പോഴാണ് മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചായിരിക്കുന്നത്. വിക്രത്തിൻ്റെ ജീവിതം തകർക്കാൻ ശ്രീകാന്തിൻ്റെയും അതുപോലെ ഈ പറയുന്ന അയാളുടെ അമ്മായച്ചൻ്റെയും കൂടി ഈ തെണ്ടിത്തരങ്ങൾ മുഴുവൻ കാണിച്ചു കൂട്ടുന്ന പോലീസുകാരനുണ്ടല്ലോ, അയാളെ വെറുതെ വിടരുത് എന്ന് തന്നെ വിക്രം തീരുമാനിക്കുന്നു. എന്നിട്ട് വലിയൊരു ഒലക്ക പോലത്തെ ഒരു പത്തലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വിക്രം ഇങ്ങനെ ഇയാൾ വരുന്ന വഴിയിലിരിക്കുക മാത്രമല്ല, അതായത് ഈ പോലീസുകാരനെ SI അയാൾ വരുന്ന വഴിക്ക് ഇരിക്കുന്നു. അയാളുടെ സ്കൂട്ടർ ബൈക്കിന് കുറുക്കെ കൊണ്ടുവന്ന് ഒരു കെണിയും അങ്ങ് വെച്ചു. ഇയാളാണെങ്കിലും ബൈക്കിൽ നിന്ന് തെറിച്ച് വീഴുകയും ചെയ്തു. തെറിച്ച് വീണ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രം അങ്ങ് ചെന്നില്ല. അപ്പോൾ വിക്രത്തെ കണ്ടപ്പോൾ ഇവൻ പേടിച്ചു പോയേ. ഇവനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കും. ഇവന് മനസ്സിലായത് വിക്രമാണെന്ന്. എന്നൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവൻ കിടന്ന് കാറുക. പക്ഷേ ചെയ്യാനല്ലേ വിക്രം ചെന്നത്, ചെയ്തിട്ട് പോരുന്നതല്ലേ എൻ്റെ മര്യാദ. വിക്രം നല്ല മാന്യമായിട്ട് അവനെ ആ ഒലക്ക പോലത്തെ തടി വെച്ച് അടിച്ച് പരുവാക്കി അവൻ്റെ കൈയൊട്ടിച്ചു, കാലൊടിച്ചു. അവൻ ഇനി തൽക്കാലം സർവീസിൽ കയറിയിരുന്ന് ഇവന്മാരുടെ കൂടെ ഇരുന്ന് വിക്രത്തിനെ എണ്ണിക്കാമെന്നുള്ള വ്യാമോഹമൊക്കെ അവസാനിപ്പിച്ച് വെക്കേണ്ട ഒരു രീതിയിലേക്ക് തന്നെ അവനെ ആക്കി. പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവന് ഒന്നിനും കൊള്ളത്തില്ല. കാലൊക്കെ പിടിച്ച് തിരിച്ചോടിച്ചും മാട്ടയ്ക്ക് കയ്യിൽ കൊടുത്തു. അങ്ങനെ വിക്രത്തെ തകർക്കാൻ നോക്കി അവനെ തിരിച്ചു തകർത്ത് നമ്മുടെ വിക്രം നെഞ്ചു വിരിച്ച് ചങ്കൂറ്റത്തോടു കൂടി നിൽക്കുന്നു. ഇനി അങ്ങോട്ട് ശ്രീകാന്തിൻ്റെ അമ്മായിയച്ഛൻ്റെയും കാലനായിട്ട് വിക്രം മാറാനും അതിന് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ വേദ വരാനും ഒക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ 6 എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ട് എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ ഗെയിം ടേക്ക് കെയർ. ബൈ. ടാറ്റാ.